ആൻഡ് ഇപ്പോഴും നമ്മുടെ കൗണ്ട് എത്തിയിട്ടില്ല. 15 ആക്റ്റീവ് 15 എത്തിയിട്ടില്ല കൗണ്ട് ഒന്നും. അത് നമുക്ക് കൊണ്ടുവരണം എന്തായാലും. അപ്പോൾ ബാക്കിയുള്ളവരോട് കറന്റ് ആക്റ്റീവ് ആയതിനു ശേഷം എടാ അമ്പത്തൂര് നീ ഉണ്ടാവുമല്ലോ അല്ലേ? പറഞ്ഞു SRKയുടെ സസ്പെൻഷൻ സംസാരിച്ചില്ലടാ, വെളിയിൽ സംസാരിച്ചിട്ട് മാറ്റി കൊടുക്കാം. അത് സംസാരിച്ചിട്ട് ഇതാക്കും. സംസാരിക്കട്ടെ, വെളിയിൽ സംസാരിക്കും. ഓക്കെ, അപ്പൊ ഗൈസ് അപ്പൊ അത്രേ ഉള്ളൂ. നാളെ തൊട്ട് എല്ലാരും സിറ്റിയിലൊക്കെ ഉണ്ടാവണം, ആക്റ്റീവ് ആയിരിക്കണം. ഓക്കെ 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 അപ്പൊ മീറ്റിംഗ് ഡിസ്പോസ്ഡ്. അപ്പാ ഒരു ചന്ദ്ര ഒരു നീലെന്ദ്ര ഓടി രക്ഷപ്പെടണോ നീ? കേട്ടൂടെ? ഹലോ ഓ കേക്കണല്ലോ കേട്ടാ. ചന്ദ്ര നിനക്ക് കേക്കാമോ? സൂപ്പർ. അപ്പാപ്പൻ എന്തോ സർപ്രൈസ് പറഞ്ഞായിരുന്നു. ഇല്ലില്ല, അത് ഇന്നല്ല അത് സെറ്റ് ചെയ്തില്ല ഗൈസ്. ഇന്ന് റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് ഇന്നത് സെറ്റ് ചെയ്തില്ല. ഇതെന്താ PL ഇങ്ങനെ ഗൈസ്? 29 PL പുല്ല്. സോ ഗൈസ് ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയ മെമ്പേഴ്സിനെ. ആൻഡ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇത് ആരെയും റീപ്ലേസ്മെന്റ്സ് അല്ല. അത് ലോകത്ത് ആർക്കും എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല. അതിപ്പോൾ ആർക്കും ആരെയും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അതിപ്പോൾ ഏത് മണ്ടനാണേലും പൊട്ടനാണേലും നല്ല ആളാണേലും ഇതാണേലും എന്താണേലും ഒരാൾക്ക് പകരം വേറൊരാളെന്നുള്ള രീതിയിൽ എന്ത് സ്കീമെന്നുള്ള രീതിയിൽ എന്തായാലും ഇല്ല. സിറ്റി കത്തിയടാ. അതെന്തായാലും അങ്ങനെ ഒരു സാധനം ഇല്ല. റീപ്ലേസ്മെന്റ്സ് അല്ല ആർക്കും ഉള്ള. നമ്മുടെ ബേസിക് സർവൈവലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യണത്. അല്ലാതെ ആർക്കും ആരുടെയും റീപ്ലേസ്മെന്റ്സും കാര്യങ്ങളൊന്നും അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് ഇതാണ് പുതിയ മെമ്പേഴ്സ്. ആൻഡ് ഇനിയും മെമ്പേഴ്സ് ഉണ്ടാവും. സോ ഞാനൊരു ബേസിക് 15 ആക്കണത് വരെ ഞാൻ അത്രയ്ക്ക് വലുതായിട്ട് സോർട്ട് ചെയ്തിട്ടില്ല. സോ ഇല്ല, പപ്പടത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഇതായിട്ടില്ല ബ്രോ. സത്യമായിട്ട് പപ്പടത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുള്ളതായിട്ടില്ല. അതുകൊണ്ട് പപ്പടത്തിന്റെ കാര്യം സ്പാം ചെയ്യേണ്ട. അത് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പപ്പടത്തിന്റെ കാര്യം. പപ്പടം ഇപ്പോഴേ ഇല്ല കറന്റ്. എന്തായാലും അത് ഞാൻ ഓൾറെഡി പറയണതാണ്. സോ നമ്മൾ ഇനി അങ്ങോട്ടും കുറച്ച് PvP റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. അപ്പോൾ ഇത്രയും പേരാണ് കറന്റ്ലി ഉള്ള റിക്രൂട്ട്മെന്റ്സ് എന്ന് പറയണത്. ഞാൻ ഇത്രേ ഉള്ളൂ. വേറെ ആരും വോട്ടെക്സ് ആണ് ഗ്രൂപ്പ് അല്ലല്ല. അപ്പോൾ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഭയങ്കര ഇനാക്ടിവിറ്റിയും കാര്യങ്ങളുമാണ്. എനിക്ക് ഒരാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഗൈസ് സിറ്റിയിൽ ആക്റ്റീവ് അല്ലാത്ത ഒരാളെ റിക്രൂട്ട് ചെയ്ത് വിളിച്ചുകൊണ്ട് വന്നിട്ട് കുത്തിയിരുന്ന് കളിപ്പിക്കാനുള്ളൊരു ഇതിലല്ല ഞാനിപ്പോൾ. മനസ്സിലായോ? കുത്തിയിരുന്ന് കളിപ്പിക്കാനുള്ള ഒരു ഇതിലല്ല. സിറ്റിയിൽ ആക്റ്റീവ് ആയിട്ടുള്ളവർ കളിക്കട്ടെ, അതാണ് നല്ലത്. അല്ലാതെ ഒരാൾ ഇനാക്റ്റീവ് ആയിട്ട് അല്ലെ പുറത്ത് നിൽക്കുന്ന ഒരാളെ വന്നിട്ട് എല്ലാ ദിവസവും കയറ് എന്ന് പറഞ്ഞ് ഇതാക്കാൻ പറ്റത്തില്ല ഗൈസ്. അത് ഭയങ്കര ശോകമാണ്. അത് പ്രശ്നമാണത്. ഗാങ്ടസിന്റെ കാര്യം സംസാരിച്ചിട്ടുണ്ട്. ഞാൻ സംസാരിച്ച് സെറ്റാക്കാം. വാൾപേപ്പർ ആടാ, ഇത് ഡിഫോൾട്ട് വാൾപേപ്പർ ആടാ വരണേ. സ്റ്റീം എഞ്ചിൻ എന്തിയേ? സ്റ്റീമിൽ വാൾപേപ്പർ എഞ്ചിൻ ഞാനത് ഗെയിം ലോഡാവുന്ന വേണ്ടിയിട്ട് ഇതാക്കിയത്. ഡിഫോൾട്ട് വാൾപേപ്പർ ആയിരുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ കേസ്, ഇത്രേ ഉള്ളൂ ഇന്നത്തെ RP. ഇതെല്ലാം ഞാൻ ഇന്ന് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് മാത്രം കയറിയതാണ്. അപ്പൊ എല്ലാവർക്കും നമ്മൾ നാളെ തൊട്ട് സിറ്റിയിലെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ എടുത്തു തുടങ്ങുവാണ്. ഇനിയിപ്പോ സിറ്റുവേഷൻസ് കാര്യങ്ങൾ നമ്മൾ ഉള്ളവരെ വെച്ച് ഫൈറ്റ് ചെയ്യുന്നു, ഉള്ളവരെ വെച്ച് RP ചെയ്യുന്നു. അങ്ങനെ തന്നെ പോകാനാണ് തീരുമാനം. സോ അല്ലാതെ അതിന്റെ അപ്പുറത്തോട്ട് വേറൊന്നുമില്ല. ബാബുവിന്റെ അപ്ഡേറ്റ് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. ബാബുവിന് ആക്ച്വലി കുറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ബാബുവിന് ഇപ്പോഴേ വരാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ വരുന്ന സമയത്ത് അവൻ ഇടയ്ക്കെങ്ങാനും കയറി കളിക്കാന്നാണ് പറഞ്ഞത്. ബാബുവിന് ഇപ്പോഴേ വരാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല.
അവന് ബിസിനസ്സും ഇതോടെ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് രാവിലെ വെളുപ്പിന് 3 മണിക്കൊക്കെ അവിടെ എത്തണം. മനസ്സിലായോ? വെളുപ്പിന് 3 മണിക്ക് എത്തണം. അപ്പൊ അവന് ലൈവ് കഴിഞ്ഞിട്ട് നേരെ അങ്ങനെ പോകാനും ഉറങ്ങാനും ഉള്ള സമയമൊന്നും അവന് കിട്ടുന്നില്ല. അതാണ് വേറൊരു പ്രശ്നം. സജഷൻസ് മുച്ചിറി ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്കിപ്പോ പിള്ളേർ സെറ്റുകളെ ഭയങ്കര കൊച്ചു പിള്ളേരെ ടി വിയിൽ എടുക്കാൻ പേടിയാണ് ഇപ്പൊ. അതായത് മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് കൊ- ഈ കൊച്ചുമാരെ എടുത്തിട്ടുള്ളതിന് ഞാൻ കുറെ കേസിൽ അനുഭവിച്ചാണ്. ഞാൻ ഓരോരുത്തരുടെ പേരൊന്നും എടുത്ത് പറയണില്ല. ഇവന്മാർക്ക് ഒരു ഒരു ബേസിക് നന്ദി പോലും കാണിച്ചിട്ടില്ല. മനസ്സിലായി? എന്റെ എക്സ്പീരിയൻസ് ഇതാണ്. അതായത് ഇമ്മച്യൂരിറ്റി കൊണ്ടായിരിക്കാം. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുടെ എക്സ്പീരിയൻസ് എനിക്ക് ഉള്ളത് കൊണ്ട് എനിക്ക് ഈ വളരെ പ്രായം കുറഞ്ഞ പിള്ളേരെ ഇതിനകത്തോട്ട് കൺസിഡർ ചെയ്യാൻ ഇപ്പൊ കറന്റ് പേടിയാണ്. അപ്പോ അത് ഇനിയുള്ള റിക്രൂട്ട്മെന്റ്സ് ഒക്കെ ഞാൻ പയ്യെ പയ്യെ സോർട്ട് ചെയ്ത് ഞാൻ അനൗൺസ് ചെയ്തോളാം. ആദ്യം നമുക്കിത് എങ്ങനെ പോകുന്നുണ്ടെന്ന് നോക്കട്ടെ. എനിക്ക് മെയിൻ ആയിട്ട് ഇവന്മാരുടെ കൂടെ ഞാൻ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പോണു ഇനി. ഞാൻ അങ്ങനെ വാലറിന്റെ സീരിയസ് വിഷ് എന്ന് പറയുന്ന സാധനം ഞാൻ നിർത്തി. ഞാൻ പകലൊക്കെ ഇനിയോണ്ട് സ്ട്രീം ഉണ്ടാവുള്ളൂ. രാത്രിയിൽ എനിക്ക് ഇവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. ഇനി ഇവരുടെ കൂടെ കുറച്ച് ഈ സിനർജി ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ പലയിടത്തു നിന്നും കൊണ്ടുവന്ന പിള്ളേരുടെ തമ്മിലുള്ള സിനർജി ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ അതിന് ഞാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇവരുടെ കൂടെ വി സിയിലിരുന്ന് ഇവരെ കൊണ്ട് കുറച്ച് ഗെയിംസ് ഒക്കെ കളിപ്പിച്ച് കുറച്ച് സെർവറിലൊക്കെ പ്രാക്ടീസ് ഒക്കെ ചെയ്യിപ്പിച്ച് ഈ ലൈനപ്പ് ഞാൻ റീബിൽഡ് ചെയ്തെടുത്തിരിക്കും. ഇത് എൻ്റെ വാക്കാണ് കേസ്. ഞാൻ ഉറപ്പ് പറയുകയാണ്. ഇത് വേറെ ഇത്ര നാൾ നോക്കി നടത്താൻ അവനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സത്യമായിട്ട് അത് മാറി ഇന്നൊരു കാര്യമാണ്. ഇനി ഞാൻ ഇങ്ങനെ ഏൽപ്പിക്കാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ഇതിന് മുൻകൈ എടുത്തേ പറ്റുള്ളൂ. സോ അപ്പം ലൈനപ്പിൽ ഞാൻ തന്നെ ഇനി അങ്ങനെ ഞാൻ ലൈനപ്പിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു സാധനമില്ല. ഞാനും ഗൺ പവറും അതെല്ലാം ഗ്രൈൻഡ് ചെയ്യാൻ പോവാണ് RP കുറച്ച് നാളത്തേക്ക്. സോ പിള്ളേരുടെ കൂടെ വേണ്ടുന്ന ടൈമാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലേക്ക് ഞങ്ങൾ ഇത് ചെയ്യാൻ പോകണം കുറച്ച് ദിവസത്തേക്ക്. അപ്പം ഒരു ദിവസം ഇടവിട്ട് എല്ലാ ദിവസവും ഞാൻ RP സ്ട്രീം ഉണ്ടാവും കുറച്ച് നാളത്തേക്ക്. അത് കൊണ്ടുവരണം. എനിക്കത് ബിൽഡ് ബാക്ക് ചെയ്ത് കൊണ്ടുവരണം. എല്ലാവരും എനിക്ക് ആ ഒരു ലൈനപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈനപ്പ് എല്ലാത്തിനും കേപ്പബിൾ ആണെന്നുള്ളത് എനിക്ക് പ്രൂവ് ചെയ്യണം ഗൈസ്. അല്ലാതെ ഞാൻ നേരെ വന്നിട്ട് ഇത് അൺസ്റ്റോപ്പബിൾ ലൈനപ്പ് ആണെന്നും മറ്റേ ഇതൊന്നും അങ്ങനെയൊന്നും പറയണില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം എനിക്കിത് എത്ര ടൈം എടുക്കും എത്ര ഇതാക്കും എന്നൊന്നും അറിഞ്ഞുകൂടാ. സോ ഞാൻ ഗ്യാങ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് അപ്ഡേറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഞാൻ ലൈവ് അങ്ങോട്ട് നിർത്തുക, ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ അടിച്ചിട്ട് പോകണം. ഞാൻ ആരെങ്കിലും ലൈവ് ഇടുന്നുണ്ടെങ്കിൽ ഞാൻ മെന്നിയുടെയോ ജോക്കിയോ ആരെങ്കിലും ലൈവ് വരുന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ ലൈവ് വരാം ഗൈസ്. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കോമെന്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. അപ്പം ഞാൻ ഗ്യാങ് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സൈറസ് വാലറും താങ്ക് യു സോ മച്ച് സപ്പോർട്ട് ചെയ്യാണ്. 3 സൂപ്പർ ചാറ്റ് ലൈവ് വാങ്ങി തരുമോ? എടാ ഞാൻ എന്ത് പറയാനാടാ ഇപ്പൊ. അപ്പൊ നാളെ മെമ്പേഴ്സ് ഉള്ളിൽ ലൈവ് ഉണ്ടാവും ഗൈസ്. നാളെ ഞായറാഴ്ചയാണ്. കഴിഞ്ഞ സൺഡേ നമ്മൾ ഇട്ടായിരുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ജോയിനിങ്. അപ്പൊ ബൈ. നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് റൈഡ് കൊടുത്തിട്ട് പോവാം. നോക്കട്ടെ ആരുണ്ടെന്ന്.